നമ്മൾ ഇന്ന് ഒരു തായ്ലൻഡ് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് മാംഗോ സ്റ്റിക്കി റൈസ് കഴിക്കാൻ വേണ്ടി പോവാണ്. കുറേ ദിവസമായിട്ട് കഴിക്കണം എന്നുണ്ടായിരുന്നു. കാരണം ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ, സെലിബ്രിറ്റീസൊക്കെ. സോ നമ്മൾ ഇന്നത് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇവിടെ നിറയെ ഷോപ്സും ഉണ്ട്. എല്ലാ ഷോപ്സും ഒരേപോലെയാണ്. സെയിം കളർ ലെറ്റർ, സെയിം കളർ ബിൽഡിങ്സ് ഒക്കെ സെയിം. അങ്ങനെ നമ്മൾ ഗൂഗിൾ മാപ്പിലൊക്കെ തിരഞ്ഞിട്ടാണ് ലിറ്റിൽ തായ് ഷെഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ വെറൈറ്റീസ് ഓഫ് തായ് ഫുഡ് ഐറ്റംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും കഴിക്കേണ്ടിയിരുന്നത് ഇതായിരുന്നു, മാംഗോ സ്റ്റിക്കി റൈസ് ആയിരുന്നു കഴിക്കേണ്ടിയിരുന്നത്. പിന്നെ കൂടാതെ വിശപ്പുള്ളതുകൊണ്ട് തന്നെ പൈനാപ്പിൾ ഫ്രൈഡ് റൈസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കണ്ടു. അപ്പം അത് നമ്മൾ എടുത്തു. പിന്നെ നമുക്കതിനകത്ത് സ്പൈസി ലെവൽസൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു മോഡറേറ്റ് ലെവൽ ഓഫ് സ്പൈസി ഒക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു ഫുഡിനായിട്ട്. എനിക്ക് തോന്നുന്നു നമ്മളൊരു അരമണിക്കൂറോളം ആ റെസ്റ്റോറൻറ്റിൽ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് അവർ ഉണ്ടാക്കുന്നത്. സോ അതിനായിട്ടായിരിക്കും മേ ബി. നമ്മൾ കുറേ പേരുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഹാന കൃഷ്ണ, പിന്നെ വേറെ ആരുടെയൊക്കെ അതിലൊക്കെ എന്താ പറയുക, മാംഗോ സ്റ്റിക്കി റൈസ് ഭയങ്കര അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹാന കൃഷ്ണ, ഗ്ലാമി ഗംഗ, അങ്ങനെ കുറേ പേര്. അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് How is it? ഇത് നല്ല ടേസ്റ്റ്. എനിക്ക് ഈ തായ് ഫുഡിനെ കുറിച്ചിട്ട് വലിയ അറിവൊന്നുമില്ല. പക്ഷേ ഇത് കുറച്ച് വൈറലായിട്ടുള്ളൊരു ഫുഡ് ആയതുകൊണ്ടാണ് എനിക്ക് കഴിക്കാൻ വേണ്ടി തോന്നിയത്. അപ്പം ഞാൻ പൈനാപ്പിൾ ഫ്രൈഡ് റൈസ് കഴിച്ചതിന് ശേഷമാണ് ഇത് കഴിച്ചത്. കാരണം ഇത് സ്വീറ്റാണെന്ന് എനിക്കറിയായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇത് വേണമെങ്കിൽ ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഡെസേർട്ടൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവം കൂടിയാണ്. അപ്പം ഞാൻ ഭയങ്കര എക്സ്പെക്റ്റേഷനോട് കൂടിയിട്ടാണ് ഇത് കഴിക്കുന്നത്. Different taste. And also we used Kafka for the event. We integrated the existing legacy systems and also ലാസ്റ്റ് വെയിറ്റ് ആണ്. ഇതെങ്ങനെയാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒഴിക്കുന്ന ആ സാധനം ഉണ്ടല്ലോ, അത് കോക്കനട്ടാണ്. അതായത് ഭയങ്കര സ്വീറ്റ് അല്ല, ഒരു മീഡിയം സ്വീറ്റ്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഒഴിക്കുന്ന ആ ഒരു ലിക്വിഡാണ് എന്ന് പറയുന്ന ടേസ്റ്റ്. അത് കോക്കനട്ടാണ്. സംഭവം അടിപൊളിയാണ്. മാംഗോ സ്റ്റിക്കി റൈസ് ഇഷ്ടമായോ? അടിപൊളി. എന്തുകൊണ്ടാണ് ഇഷ്ടമായ? ചെറിയൊരു മധുരം ഉള്ളതുകൊണ്ട് നല്ല ജസ്റ്റ് ഒരു ടേസ്റ്റ് നൈസാ. പിന്നെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് ഹൈപ്പ് കൂടിയിട്ടുണ്ട് ആക്ച്വലി. പക്ഷെ അങ്ങനെ ഒരു സംഭവമൊന്നുമല്ല. പക്ഷെ മൈൽഡായിട്ടുള്ളൊരു ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുറച്ച് സ്വീറ്റാണ് സംഭവം.
ഈ മേലെ ഒഴിക്കുന്ന ഒരു ക്രീമുണ്ട്, അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. അതിനകത്ത് എനിക്ക് തോന്നുന്നു കോക്കനട്ട് വിത്ത് ഷുഗറാണ് തോന്നുന്നത്, കോക്കനട്ടിൻ്റെ മിൽക്ക്, അത് ക്രീമി ആയിട്ട് എന്തോ ഒരു സംഭവം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് സെസമേ സീഡ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ റൈസ് എന്ന് പറയുമ്പോൾ സ്റ്റിക്കിയാണ്, പറയുന്ന പോലെ തന്നെ സ്റ്റിക്കിയാണ്, കുറച്ചിങ്ങനെ എന്താ പറയുക, അങ്ങനെ കുഴഞ്ഞടക്കുന്ന ഒരു റൈസ്. അതിൻ്റെ മേലെ ഈ ഒരു ലിക്വിഡ് ഒഴിക്കും, എന്നിട്ട് മാംഗോ വെച്ചിട്ട് കഴിക്കും. നല്ല ടേസ്റ്റുണ്ട്. എനിക്കിഷ്ടമായി, കാരണം എനിക്ക് മൈൽഡായിട്ടുള്ള ഷുഗറിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടം, അതുകൊണ്ട് എനിക്കിഷ്ടമായി. അങ്ങനെ നമ്മൾ തായ് ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് ഹാപ്പി ആയിട്ട് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോയിൽ കാണുന്നവരേക്ക് ബൈ.